ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ചേരുകയും ചെയ്യുന്നു. ശ്രീ അനിൽകുമാർ, ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കൽ തുടരുകയാണ്. പറഞ്ഞത് ഇങ്ങനെ ഒരു കരാറുണ്ട്, ആ കരാർ ആയതുകൊണ്ട് ഒരു തരത്തിലും ഈ UDF സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് പുതിയ നുണ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ നുണ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൂടുതൽ കൊള്ളങ്ങൾ പറയുന്ന ആളായി VD സതീശൻ മാറിയിരിക്കുന്നു. അതല്ലേ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് VD സതീശൻ ഉണ്ട് എന്നാണ് കേരളത്തിലെ മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ അഭിമാനിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് പച്ച നുണ പറയുക എന്നുള്ളതാണ്. ഒരു അടിസ്ഥാനമില്ലാത്ത പച്ച നുണകൾ ആധികാരികമായി പറയാനുള്ള കഴിവിനെയാണ് മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം PM ശ്രീയിൽ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ്. ഉണ്ടെങ്കിൽ കൈപ്പറ്റിയതിന്റെ തെളിവ് പുറത്തുവിട്ടാൽ മതി. PM ശ്രീ പദ്ധതിക്ക് വേണ്ടി കേരള സർക്കാർ അക്കൗണ്ട് തുടങ്ങാൻ എങ്ങനെയാണ് ഫണ്ട് കൈപ്പറ്റാനാവുക? PM ശ്രീക്ക് വേണ്ടി കേരള സർക്കാർ പ്രത്യേക അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു പണം കൈപ്പറ്റാനാവുക? ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവില്ല. അദ്ദേഹം പറഞ്ഞത് ധനകാര്യ വകുപ്പിന്റെ ഫയലിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ആ ഫയൽ പുറത്തു കൊടുക്കാൻ. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? PM ശ്രീ ഫണ്ട് ഇതിൽ ലഭ്യമാകണമെങ്കിൽ 40% സംഖ്യ കേരളം മാറ്റിവെക്കണം. 60% കേന്ദ്രം തരും. ഓരോ വിദ്യാലയങ്ങളും നന്നാക്കുന്നതിന് 60% കേന്ദ്രം തരും, 40% സംസ്ഥാനങ്ങൾ മാറ്റിവെക്കണം. കേരള സർക്കാർ ഒരു വെള്ളി രൂപ മാറ്റിവെച്ചിട്ടുണ്ടോ? ഒരു വെള്ളി രൂപ PM ശ്രീ ഫണ്ടിന്റെ ബാക്കി 40% വേണ്ടി കേരളം മാറ്റിവെച്ചിട്ടില്ല. അങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ പദ്ധതിയുടെ ആകെത്തുക എത്രയാണ്? കേരളത്തിന്റെ വിഹിതം എത്രയാണ്? ഇത് പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ? മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കുന്നു. ഒരു വെള്ളി രൂപ പോലും കേരള സർക്കാർ മാറ്റിവെക്കാത്തതിന് കാരണം PM ശ്രീയിൽ MOUയിൽ ഒപ്പിട്ടു, അത് പിന്നീട് മുന്നോട്ട് പോയില്ല എന്ന് ഒഴിച്ചാൽ മറ്റു യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. കേരള സർക്കാർ PM ശ്രീയില്ല ഒപ്പിട്ടു, അന്തിമമായ എല്ലാ കാര്യവും ചെയ്തു കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 31 ഇനിയും 1000 കോടി രൂപ കേരളത്തിന് നൽകാൻ ബാക്കി കിടക്കുന്നു? SSK ഫണ്ടാണ്, PM ശ്രീ ഫണ്ടല്ല. PM ശ്രീ ഫണ്ട് നൽകാൻ അതിൽ ഒപ്പിടാത്തത് കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാത്തത് കൊണ്ടല്ലേ SSK ഫണ്ട് തടഞ്ഞു വെച്ചത്? തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് 1000 കോടിയിലേറെ ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ PM ശ്രീയിൽ കേന്ദ്രത്തെ പ്രീതിപ്പെടുന്ന നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ രൂപ കഴിഞ്ഞ മാർച്ച് 31 വാങ്ങിയെടുക്കില്ലേ? അത് കിട്ടിയിട്ടില്ലല്ലോ. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട് ഭിന്നശേഷിക്കാരുടെ കേസിൽ. അതിൽ കൃത്യമായിട്ട് പറയുന്നത് PM ശ്രീയിൽ MOUയിൽ നിന്നും കേരളം പിന്നോട്ട് പോയി എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഇതെല്ലാം പകൽ പോലെ വ്യക്തമായിരിക്കെ ആധികാരികമായി വിശ്വസിപ്പിക്കാവുന്ന വിധം നുണ പറയുക. ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർത്തിയാൽ അവരോട് തട്ടിക്കയറുക, ധിക്കാരം പറയുക. ഇതാണ് VD സതീശൻ. അത് ഓരോ ദിവസവും തുറന്നു കാട്ടപ്പെടുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചു.